ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. 15-ാമത്തെ അധ്യായം 11 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭവനമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് നമുക്കവിടെ വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് തരേണ്ടുന്ന പങ്ക്, അവകാശം തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവന് വേണ്ടുന്ന പങ്കും വാങ്ങിക്കൊണ്ട് അവൻ ഭവനം വിട്ടു പുറപ്പെടുകയാണ്. ദൂരസ്ഥലത്ത് പോയി ദുർനടപ്പുകാരനായി ജീവിച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുവകളെല്ലാം നാനാവിധമാക്കി തീർത്തു. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവൻ ആഹാരത്തിന് പോലും മുട്ടുവന്നു തുടങ്ങി. ഇങ്ങനെ മുട്ടുവന്നു തുടങ്ങിയപ്പോൾ പന്നിക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും തിന്നുവാൻ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതുപോലും അവന് ലഭിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവന് ഓർമ്മ വരുവാനിടയായി തീർന്നു. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വരാൻ കാരണം അപ്പൻ്റെ ഭവനത്തിൽ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് അവർ തിന്ന് ശേഷിക്കുന്നു, എന്നാൽ അവൻ്റെ മകനാകുന്ന എനിക്ക് ആഹാരത്തിന് പോലും വകയില്ല. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർമ്മ വന്നപ്പോൾ അവനൊരു തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകുക മാത്രമല്ല, അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പറഞ്ഞ് ആ തീരുമാനം അവൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുകയാണ്. അവനിരുന്ന സ്ഥലം വിട്ട്, ദേശം വിട്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൻ്റെ വീടിനോടടുക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യമാണ് നാം 20-ാമത്തെ വാക്യത്തിനകത്ത് കണ്ടത്. അവൻ്റെ വീടിൻ്റെ സമീപെ അവൻ എത്തിയപ്പോൾ അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. അപ്പോൾ വീടിൻ്റെ അടുക്കലേക്ക് അവൻ എത്തപ്പെടുമ്പോൾ അപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുക. സ്തോത്രം. നിങ്ങൾ എന്നെ കേൾക്കണേ പ്രിയമുള്ളവരെ. വീടിനെ ലക്ഷ്യമാക്കി വരുന്ന ഒരു മകനും വീട്ടുവാതിക്കൽ മകൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന ഒരപ്പനെയുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. മകൻ മടങ്ങി വരുന്ന ആ സമയത്ത് അപ്പൻ ദൂരവേ അവനെ കണ്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുന്നു. ദൂരവേ അവനെ കണ്ടു എന്ന് മാത്രമല്ല, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ്റെ മടങ്ങിവരവിൽ ഒരപ്പൻ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ആ വചനഭാഗത്ത് കാണുക. സ്തോത്രം. 1, അപ്പൻ ദൂരത്ത് നിന്ന് തന്നെ അവനെ കണ്ടു. 2, മനസ്സലിഞ്ഞു. 3, ഓടിച്ചെന്നു. 4, കെട്ടിപ്പിടിച്ചു. 5, അവനെ ചുംബിച്ചു. ഇനി നിങ്ങൾ 22 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വേഗം മേൽത്തരമായ അങ്കി അവനെ ധരിപ്പിപ്പീൻ. ദാസന്മാരോട് അവൻ പറയുക. തീരുന്നില്ല, അവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കുവീൻ. തടിച്ച കാളക്കുട്ടിയെ അറപ്പീൻ. നാം തിന്ന് ആനന്ദിക്കുക. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം കാണുന്നു, അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇതെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. മകൻ്റെ മടങ്ങിവരവ് ആഗ്രഹിച്ച ഒരു പിതാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇഹലോകത്തിലെ ഒരു പിതാവ് തൻ്റെ മകൻ്റെ മടങ്ങിവരവ് ആഗ്രഹിച്ചെങ്കിൽ സ്വർഗീയ പിതാവ് നമ്മളുടെ മടങ്ങിവരവ് എത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്.
നമ്മളിൽ ഒരു മടങ്ങിവരവ് സാധ്യമാകണമെന്ന് സ്വർഗീയ പിതാവ് നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്നെ കേൾക്കണേ പ്രിയമുള്ളവരെ, നമ്മിൽ ഒരു മടങ്ങിവരവ് സാധ്യമാകണമെങ്കിൽ എന്ത് നമ്മിൽ നടക്കണം? ഞാനിവിടെ നാം വായിച്ച ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള മകനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയട്ടെ. ഒന്ന്, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച്, സ്വർഗീയ ഭവനത്തെക്കുറിച്ച്, സ്വർഗീയ പിതാവിനെ കുറിച്ച് ഒരു ഓർമ്മ, ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇവിടെ ഈ ചെറുപ്പക്കാരൻ, ഈ ബാല്യക്കാരൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നാം കാണുന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും പിതാവിനെ കുറിച്ചും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, അവനൊരു തീരുമാനം അവിടെ എടുക്കുക. ആ തീരുമാനം എടുക്കുക മാത്രമല്ല, ആ തീരുമാനം അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മിൽ ഒരു മടങ്ങിവരവ് സാധ്യമാകണമെങ്കിൽ രണ്ടാമത് നാം ഒരു തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുക മാത്രമല്ല, ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കണം. അങ്ങനെ ഒരു മടങ്ങിവരവിലേക്ക് നാം വരികയാണെങ്കിൽ നമ്മെ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. സ്തോത്രം. ഇവിടുത്തെ മാനുഷികമായി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇത്രയധികം കാര്യങ്ങൾ തൻ്റെ മകനോടുള്ള ബന്ധത്തിൽ ചെയ്തെങ്കിൽ നിശ്ചയമായും നമ്മുടെ സ്വർഗീയ പിതാവ് എത്രയധികം അതിലും മുകളിലായി, അതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി ചെയ്യുവാനിടയാത്തീരും. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ ആ പിതാവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ആ പിതാവ് ആ മകനെ ദൂരത്ത് നിന്ന് തന്നെ കണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് കാണുന്നു. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും മകന്റെ മടങ്ങിവരവ് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെയാ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. രണ്ടാമത്, അവനോട് മനസ്സലിഞ്ഞു. സ്തോത്രം. മൂന്നാമത്, ഓടി അവന്റെ അടുക്കിലേക്ക് ചെന്നു. വേണമെങ്കിൽ ആ പ്രിയ പിതാവിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, എൻ്റെ വസ്തുവകളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു മകനല്ലേ, അവൻ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. എന്നാൽ അങ്ങനെയല്ല, ഓടി അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. പിന്നെ നാം കാണുന്നത് അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചെന്ന കാണുന്നത്. സ്തോത്രം. തൻ്റെ പിതാവിൻ്റെ സ്നേഹം, വാത്സല്യം ഒക്കെ അവിടെ പ്രകടിപ്പിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനഭാഗത്തോട് നിങ്ങളോട് പറയട്ടെ, നമ്മിൽ ആരെങ്കിലും ദൈവഭവനത്തിൽ നിന്ന് വിദൂരത്തിലാണോ? സ്വർഗീയ പിതാവിനോട് അകലം പാലിച്ച് നിൽക്കുകയാണോ? ഈ വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നമ്മിൽ കർത്താവ്, നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മിൽ ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ എന്നേക്കുമായി തള്ളിക്കളയാൻ, ഉപേക്ഷിച്ച് കളയാൻ ആ പിതാവിന് മനസ്സല്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിന് ഒട്ടും മനസ്സില്ല. സ്തോത്രം. നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മളോട് ക്ഷമ കാണിക്കുവാൻ, നമ്മിൽ വാത്സല്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഈ പിതാവിനും നമ്മിൽ മനസ്സുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, എവിടെയാണോ നിങ്ങൾ സ്തോത്രം ദൂരത്തായിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ അകലത്തിൽ നിൽക്കുന്നത്, അവിടെ നിന്ന് അപ്പൻ്റെ ഭവനത്തിലേക്കും ആ സ്വർഗീയ പിതാവിലേക്കും മടങ്ങി വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്തോത്രം. ഈ വചനം സന്ദേശത്തിനകത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മിൽ ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന ഒരു പിതാവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. എവിടെയാണോ മടങ്ങി വരേണ്ടത് അത് നിങ്ങൾക്കറിയാം. സ്തോത്രം. ആ മടങ്ങിവരവ് നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അപ്പൻ്റെ ഭവനത്തിലേക്കും ആ സ്വർഗീയ പിതാവിലേക്കും നമുക്ക് മടങ്ങി വരാം. നമ്മെ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ മടങ്ങി വന്ന് സ്വർഗീയ പിതാവിനോടുകൂടി സ്വർഗീയ ഭവനത്തിൽ ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ നമ്മിൽ ചിലർക്ക് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.